രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ എന്തോ പറ ചേച്ചി. ഡാനി സത്യ എന്തോ പറ. ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്? ആദ്യത്തെ ഒരു പെണ്ണ് അങ്ങനെ ചോദിച്ചാൽ നീ അല്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചയാവാൻ കാര്യം നിങ്ങൾ ഒരാളാണ് ഇത് കേരളത്തിൽ ഇത്രയും ചർച്ചയാവാനുള്ള വിഷയം. രേണുസുതി ഒറ്റ ഒരാൾ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. രേണുസുതി ഒരുത്തി കാരണമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ അടുത്ത സമയത്ത് ഇവർ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഭയങ്കര വിവാദമായി. കാരണം എന്തുകൊണ്ട് സുധിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ സമൂഹത്തില്ല ഇതുപോലെ വിധവയായിട്ട് ജീവിക്കുന്ന വിധവയായിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയായിട്ട് രേണുസുതി നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സുധി എൻ്റെ സുധിച്ചേട്ടനെ ഞാൻ വിട്ട് കളിക്കത്തില്ല, എൻ്റെ സുധിച്ചേട്ടനാണ് എൻ്റെ ലോകം, എൻ്റെ സുധിച്ചേട്ടൻ 100 വട്ടം പറയുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാം, സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് വേറെ പലതും കാണിക്കുക. പറഞ്ഞു മനസ്സിലായോ? അവിടെ 399 രൂപ കൊടുത്ത് കയറുന്ന ആൾക്കാർക്ക് വേണ്ടി അവരെന്തും ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? എന്തുവാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിട്ട് ഇതിട്ടിട്ട് സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ഗുഡ് മോർണിംഗ് ഡാ, ചായ കുച്ചോ എന്നൊക്കെ പറഞ്ഞ പിന്നെ ആൾക്കാർ വെറുതെ വിടുവോ ചേച്ചി? അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരെടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങി. സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണിച്ച് ചില യൂട്യൂബേഴ്സ് അതിൻ്റെ അടുത്ത് കാണിച്ച് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടപ്പോഴത്തേക്ക് പുള്ളിയുടെ ഉള്ള ഇമേജും പോയി. കാണിച്ചത് തോന്നിവാസം തന്നെയല്ലേ? ആ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് തോന്നിവാസമേ പറയത്തുള്ളൂ. ഓക്കെ, ഈ രേണുസുതിയെ വെറുക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ. രേണുസുതിയെ വെറുക്കുന്നവർ മാത്രം ലൈക്ക് അടിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പും കൂടെ കൊടുത്തേക്കണേ. പിന്നെ എന്തുവാണ് നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരല്ല. നീ പൂട്ടിക്കാൻ നടക്കുവോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ. മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുവല്ല. എന്റെ പൊന്ന് ചേച്ചി, ചുണയുണ്ടെങ്കിൽ പൂട്ടിക്കാന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഒരുത്തി ഉണ്ടല്ലോ പൂട്ടിക്കെട്ടി കിടക്കുന്ന പർപ്പിൾ എന്ന് പറയുന്ന ഒരുത്തി. വേണമെന്ന് വെച്ചാൽ ചേച്ചി നമ്മളെ കൊണ്ട് അതും പറ്റും. അത് വേറെ കാര്യങ്ങൾ. പൂട്ടിക്കാൻ തീരുമാനിച്ചാൽ ഇറങ്ങി തിരിഞ്ഞാൽ പൂട്ടിക്കുക തന്നെ ചെയ്യും. ഇത് പൂട്ടിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടെ. പിന്നെന്തോ ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്തുവായിരുന്നു? റൂമിനകത്ത് ഇരുന്നിട്ട് ഒരു ഫോണും വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത്. നീ പിന്നെന്തോ ചെയ്യുന്നത്? റൂമിനകത്ത് ഇരുന്നിട്ട് സബ്സ്ക്രിപ്ഷനകത്ത് എന്താ കാണിക്കുന്നത്? കോപ്രായങ്ങളൊക്കെ ഈ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെയല്ലേ, ഒരു ഫോണും വെച്ചുകൊണ്ട് തന്നെയല്ലേ നീ കാണിക്കുന്നത്. നീ തുണി അടിക്കുന്നത്, ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, നിന്റെ ഭാഷ പറഞ്ഞാൽ കുതിഞ്ഞോണെങ്കിൽ കുതിഞ്ഞോണം, അല്ലെങ്കിൽ കുറ്റമെങ്കിൽ കുറ്റം. ആയിക്കോട്ടെ. ഞങ്ങൾ മാനം വിട്ട് കളിക്കുന്നില്ല. അതൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. മോളെ നല്ലതായിരിക്കും. പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. ഓക്കെ, ബാക്കി പറ. ഞാൻ എനിക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. ഓഫ് കോഴ്സ്, അത് അത്രേ ഉള്ളൂ. കാരണം എന്റെ സുധിച്ചേട്ടൻ എല്ലാ ഇന്റർവ്യൂ വന്നിട്ട് രേണുസുതി ഇനി ഒരു കല്യാണം കഴിക്കുവാണെങ്കിൽ എന്തുവായിരുന്നു ആ ഡയലോഗ്? അത് പുല്ലെന്തെങ്കിലും ആട്ടെ. എൻ്റെ സുധിച്ചേട്ടൻ ഇല്ല, എനിക്ക് പറ്റത്തില്ല, എൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് മാത്രം ഞാൻ ജീവിച്ചു പോകാമെന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് കിടക്കുന്നു. ഇപ്പുറത്ത് ചേട്ടനെ കുറിച്ച് വർണ്ണിക്കുന്നു, അപ്പുറത്ത് കിടക്കുന്നു. കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതി, അതിനകത്ത് കാണും. ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന് ആ ഒരു വീഡിയോക്കകത്ത് ഞാനും അതിനും കൂടെ സംസാരിച്ചാണ് പുള്ളിക്ക് കൊണ്ടത്. അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ചേച്ചിക്ക് എത്രമാത്രം പൊള്ളി കാണുമെന്ന്. നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ സേവ് എടുത്തിട്ട് നിന്റെയൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ അവൻ എത്രമാത്രം ഇതായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് നല്ലത് കാണുന്ന നാട്ടുകാർക്ക് അറിയാം. അവൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുന്നവനൊന്നും അല്ല. അവൻ പറഞ്ഞു മനസ്സിലായോ? അവൻ അത്രയ്ക്ക് ആക്രാന്തം പിടിച്ചിരിക്കുന്നില്ല. അത് പ്രത്യേകിച്ച് നിന്റെയൊക്കെ കാണാന്ന് പറഞ്ഞാൽ അതേ കൂടുതലൊരു അത്തപ്പത്തനമില്ല. അതുകൊണ്ട് മോള് വന്നിട്ട് കോണയടിക്കാതെ കാര്യം പറ. എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കില്ല. നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷൻ ആണ് കിട്ടുന്നത്. മനസ്സിലായോ? എടാ നാണം ഉണ്ടോ? അതുകൊണ്ട് നിന്റെ കുടുംബം ഇപ്പൊ കഴിയുന്നുണ്ടല്ലോ, അരി മേടിക്കുന്നുണ്ടല്ലോ. നീയൊക്കെ പറയുന്നില്ലേ എന്താ പറയണ്ടേ, എന്നെ വിറ്റ് നിന്നുവാണ് നീ നിന്റെ കുടുംബം എന്നൊക്കെ. ശരി, നിനക്ക് പ്രൊമോഷൻ തന്നെ നിനക്ക് ഗുണമുണ്ടല്ലോ. നീ വിറ്റ് ജീവിക്ക്, നീ തിന്ന് സബ്സ്ക്രിപ്ഷനോടെ നീ ഇരുന്ന് തിന്ന്. നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയി.
അതിനേക്കാളും കൂടുതലും കയറി ഇറങ്ങിയത് ആരാണ്, തങ്കുവാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല. കാരണം ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ ഇച്ചിരി ഓവറായിരുന്നു രാത്രിയില്ല. തന്തയ്ക്കും തളയ്ക്കൊക്കെ വിളിച്ച് വീട്ടുകാരെ വിളിച്ചിട്ട് ബന്ധുക്കളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട്. അതുകൊണ്ട് വീട്ടുകാർക്ക് എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ നിന്നെ ഇപ്പോഴല്ല ഞാൻ മടിച്ചു കയറി വിട്ടാനെ. മറന്നുപോയി, ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്ക് ഒരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പൊ പാടുന്നത്. മനസ്സിലായി? ഞാൻ അങ്ങനെയല്ല. തന്തെന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തെന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യ വാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ. അതെന്താണെന്നറിയോ, കാണുന്നവരെല്ലാം തന്തയ്ക്ക് വിളിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ തന്തേന്ന് കയറി വന്നത്. അത് തന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനി അതിന് വലിയ തത്വം ഉണ്ടാക്കുമൊന്നും വേണ്ട. പറ. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പറഞ്ഞു. അയ്യോ, അച്ഛനോട് സ്നേഹമുള്ള ഒരു മകള്. അന്നത്തെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കാണണമായിരുന്നു. എന്തോ ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഏതോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ അച്ഛനൊന്നും ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അത്ര ആൾക്കാർ മുമ്പിട്ട് നാണം കരുത്തി വരുത്തിയാണ് ഈ കിടന്ന് സംസാരിക്കുന്നത്. അന്നത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയുമ്പോൾ നീ എത്രമാത്രം നിന്റെ അച്ഛന് വില കൊടുക്കുന്നുള്ള കാര്യം. എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതിൽ എന്തൊക്കെ നിർത്താനായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത് നിനക്ക് യോഗ്യത, എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനിസത്തിനും അവരും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനിസത്തിനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് കൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുന്നു. നാണമില്ലടാ. ഈ മെറ്റ ഇവിടെ തറവാട്ട് സ്വത്ത് പോലെയാണല്ലോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും ഈ പറയുന്ന ആധാറിന്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ പറയും. നീ അതിന് പേരും മാറ്റി തങ്കച്ചന്റെ പേരും ചേർത്ത് നീ അത് കറക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് നീ അത് കയറി എന്തൊക്കെയോ നമ്മളെ വെറും മണ്ടരാക്കുന്ന രീതിയിൽ സംസാരിക്കില്ല എൻ്റെ ചേച്ചി. 10,000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറയുന്ന മെറ്റ അക്സെപ്റ്റ് ചെയ്യും. അത് വലിയ സംഭവം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തോന്നി ഇവിടെ അക്കൗണ്ട് നോക്കുന്നവനെ എങ്ങാണ്ട് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി കുറേ തട്ടിപ്പ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് പറ്റിച്ചാണെന്ന് തോന്നുന്നു. കോപ്പ് മെറ്റയുടെ കഥകളൊക്കെ നമ്മളോട് പറയുന്നു. ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുന്ദരം മണ്ടക്കെട്ട് കയറിക്കോ കേട്ടോ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ് അല്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കും പോകുന്നത്. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ആയിരുന്നു അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ തന്നെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ. ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോകും. നീ കൊണ്ട് ചെലവിന് താ. ഞാൻ വീട്ടിൽ പിന്നെ അതിൽ കൂടുതൽ ഒരു അധപ്പതനം ഇല്ലടേ. ഉള്ള കാര്യം തുറന്നു പറയാലോ. നിനക്ക് ഇനി ചെലവിന് കൊണ്ട് തന്നെന്നുള്ള പേര് ദോഷം കൂടെ കേൾക്കാൻ വയ്യ. ഒരു കാര്യത്തിൽ എന്തോ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് പറയാനൊന്നുമില്ല. ഇനി നിനക്ക് ചെലവിന് തന്നെന്നും കൂടെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ ആഹാ അതിലേ ഓടി രക്ഷപ്പെട്ടോടാ, ഓടി രക്ഷപ്പെട്ടോ. എന്നെ അനുകൂലിച്ച് പറയുന്നോണ്ടാണോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധരനൊക്കെ എടുത്തിട്ട് ഇറക്കി കയറ്റുന്നത്? അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. ഈ പറയുന്ന സജിനയോടും ഈ പറയുന്ന ശ്രീധുനോടും നിനക്ക് എത്രമാത്രം സ്നേഹമുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ വന്ന സമയത്ത് നീ എന്തോ കാണിച്ചത്? നീ നാട്ടുകാരെ മൊത്തം പേര് പറഞ്ഞിട്ട് പോലും നിനക്ക് വേണ്ടി പട്ടിയെ പോലെ പണിയെടുക്കുന്ന ഈ പറയുന്ന 2 പേര് നീ പറഞ്ഞില്ലല്ലോ. എൻ്റെ പൊന്നുമോളെ, നമ്മൾ അരിയാഹാരമാണ് കഴിക്കുന്നത് കേട്ടോ. കൂടുതലും ഉണ്ടാക്കല്ലേ. കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലം പിടിക്കുന്നവളാ നീ. ഓക്കെ, ഇനി ശ്രീധു വന്നിട്ട് വല്ല ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അത് ഇനി എന്തുവാന്ന് നോക്കട്ടെ. വാ മോളെ, വാ ഓടി വാ, തരാം. ഒരു വീഡിയോ ഇടേണ്ട, ഒരു റിയാക്ഷൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ച ഒരു വ്യക്തിയാണ് തന്നെ. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറായിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ടൊരു വിഷുക്കൈന്ന് കിട്ടി. 2.5 കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് കിട്ടിയത് മേടിച്ച് ചുമ്മാ ഇരിക്കണ്ട, തിരിച്ചുകൂടെ കൊടുക്കേണ്ടതോ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഡാനിയോടും അതിനോട് ചോദിക്കുന്നത്, എടാ നീ കാണാണെങ്കിൽ ഏതെങ്കിലും ഒരു ആണിനോട് നീയൊക്കെ ഫൈറ്റ് ചെയ്ത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. നീ കാണത്തില്ല. ഇന്നലെ വന്ന യൂട്യൂബറായ നിനക്ക് എങ്ങനെ കാണാനാ? അയ്യോ എൻ്റെ പൊന്നോ, വലിപ്പം ചെറുപ്പമൊന്നും പറഞ്ഞല്ല കേട്ടോ. ഒരിക്കലും ഡാനി അങ്ങനെ കാണുന്നില്ല. ഇന്നലെ വന്നവളെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിന്റെ ചെറിയ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്നും കൂട്ടി അതൊന്നും വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കില്ല ദേവി. അതൊന്നും കമ്പയർ ചെയ്തതല്ല ഡാനി സംസാരിച്ചത്. ചില അവൾമാർക്കൊരു സംസാരമുണ്ട്, നമ്മളിങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറിയ സബ്സ്ക്രൈബർ അല്ലേ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചില അവൾമാർ വന്നിട്ട് കുറേ വൃത്തിയായിട്ട് ഡയലോഗ് അടിക്കും. എനിക്ക് ഇങ്ങനെയുള്ള കേസ് കേട്ടൊന്നും ഇഷ്ടമല്ല. ആ രീതിയിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഓക്കെ, ചുമ്മാ എനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആണുങ്ങളുടെ കാര്യം. എൻ്റെ പൊന്നു മോളെ, ഇതിൻ്റെ അപ്പുറത്തവന്മാരെ കണ്ട് ഇതിനൊക്കെ സബ്സ്ക്രൈബറുള്ള ചില ഉണ്ടാക്കന്മാരുണ്ടായിരുന്നു. നല്ലവനായ ഉണ്ണി ചെമയുന്നവന്മാരുടെ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവന്മാരെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവന്നത്, അത് വേറെ കാര്യങ്ങൾ. പിന്നാണോ നിങ്ങളിപ്പോഴല്ലേ വന്നത്? നിങ്ങൾ ഈ രേണുവിൻ്റെ കോണ്ടന്റ് മാത്രമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലും അറിയാത്തത്.
കേറിക്കൊണ്ടിരിക്കാൻ എടാ പോയി ചത്തൂടെ നീക്ക് തന്നെ നിന്റെയൊക്കെ ഈ ഒരു വീട്ടിൽ പറയുന്നത് പോയി തൂങ്ങിച്ചാവാന്ന് എടുക്കാനൊക്കെ പോയി ചത്തൂടെ ഞാൻ നീ കയർ അയച്ചാ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ വല്ല ഞാൻ എൻ്റെ അഡ്രസ്സ് അയച്ചു തരാം, നീ എനിക്ക് കയർ അയച്ചാ എന്നിട്ട് നമുക്ക് കാണിക്കാം. പോയി ചത്തൂടെ ഇതിനെക്കാട്ടും അതാണ് അന്തസ്സായിട്ടുള്ള പണി എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവന്മാർ എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കാം. ഭയങ്കര സങ്കടത്തിനും ടെൻഷനുമാണ് സത്യമായിട്ട്. ഫ്ലൈറ്റ് ക്യാൻസൽ എടുത്ത് എന്താണ് അതിലെ റീലിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ടിട്ട് നിനക്കെന്തോ വല്ലാണ്ടാകുന്ന പോലെ ഫീൽ ചെയ്യുന്നത്? അവനൊരാണല്ലേ, വിയർത്തതായിരിക്കും. ആണും പെണ്ണും കെട്ടണമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ആണെന്ന് എനിക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലായി. പിന്നെ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ? ഓ അതെങ്ങനെ മനസ്സിലായെന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നേ. അതിലേ നീ രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ ശ്രീധുവിന് മനസ്സിലായി നീ ഒരാണാണെന്ന്. ഇങ്ങനൊക്കെയുള്ള കഴിവൊക്കെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കുണ്ടോ? ശ്രീധു യു ആർ രാത്രി വരെ വന്നിരുന്നു അവൾ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊച്ചിനെ ഭയങ്കര മോശമായിട്ട് ഏത് സൊസൈറ്റിക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്ന നീയൊക്കെ രാത്രി കൊച്ചോ ഇതല്ലായിരുന്നല്ലേ 2 ആഴ്ച മുമ്പ് കിടന്ന് നീ പറഞ്ഞത്? പട്ടിയെ പോലിട്ട് പച്ചയ്ക്ക് ആട്ടിയവളാ ഈ കിടന്ന് പറയുന്നേ ഒരു കൊച്ചി. ഈ രേണുവിന്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണലാണല്ലേ പരിപാടി. കാരണം എല്ലാ വീഡിയോയും ഈ ഒരു വീഡിയോയിലുണ്ട്. നിനക്കത് എവിടെ നിന്ന് കിട്ടി? സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല ചെയ്യില്ല ചത്താൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് എൻ്റെ അറിവ് എനിക്ക് നീ ചെയ്തതായിട്ട് എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല വേറെ ഒരു യൂട്യൂബറും കൂടെ ഉണ്ടായിരുന്നു, അവന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അവൻ്റെ എല്ലാം കടമെടുത്തായിരിക്കും. ഇതിപ്പോൾ ഒരു പൊതുസത്തല്ലേ, ഇതിപ്പോൾ പൊതുസത്തല്ലേ, നാട്ടുകാരും കൂടെ കാണട്ടെ. ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കുറെ ആൾക്കാർ കാണുന്നുണ്ട്, ചിലവർ ഫ്രീ ആയിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ട് അവൾ ഇടുന്ന വീഡിയോ ആ കറക്റ്റ് സ്പോട്ടിൽ നിന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്, കാണുന്നുണ്ട്, നല്ല രീതിയിൽ സൂചിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് എന്തായാലും ബാക്കി വീഡിയോ കണ്ടു നോക്കാം. എന്റെ പൊന്ന അതുലേ, രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷനകത്ത വീഡിയോസ് കണ്ട് സൂയിക്കുന്ന അതുൽ വ്ലോഗ്സ്, എന്റെ പൊന്നോ. വല്ല അമേരിക്കൻ ആയിരുന്നെങ്കിൽ വല്ല വെറൈറ്റി തംബ്ലൈനൊക്കെ ഇടായിരുന്നു. ഇവിടെ ആണെങ്കിൽ വേറെ പണി കിട്ടിയാൽ അല്ലെങ്കിൽ അത് ഇടായിരുന്നു. കുത്തിപ്പൊട്ടിക്കും ഞാൻ ആ ബലൂണ്. വൃത്തിയിട്ടവൻ ഇവൻ ഇങ്ങനെ കുറച്ച് സംസാരമുണ്ട്. കഷ്ടം. നീ വന്നത് രേണുവിന്റെ അമ്മയെ പറയുന്നു, രേണുവിന്റെ അച്ഛനെ പറയുന്നു, അവന്റെ വീട്ടുകാരെ പറയുന്നു, എല്ലാവരെയും പറയുന്നു. എടാ അവളുടെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ വിറ്റല്ലേടാ നീ നിന്റെ വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നത്. ഒന്ന് നിന്റെ ചെലവിന് നടന്നു പോകുന്നത് ഈ പറയുന്ന രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് വെച്ചല്ലേ? അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ആ വീഡിയോ എടുത്തോണ്ട് പോയിട്ട്, അതായത് അതുലിന്റെ വീഡിയോ എടുത്തോണ്ട് പോയിട്ട് നീ അവനെ കുറ്റം പറഞ്ഞിട്ട് നീ അരി മേടിക്കുന്നതോ? ഇവിടെ എല്ലാ പ്രക്രിയകളെല്ലാം ഒന്ന് തന്നെ മോളെ, നീ അത് ചിന്തിച്ചാൽ മാത്രം മതി. നീയും കണക്കാവും. അങ്ങനെയാണെങ്കിൽ ആദ്യം സ്വയം നന്നായിട്ട് ബാക്കിയുള്ളവർ ഉപദേശിക്കാൻ പാ. എനിക്ക് തോന്നുന്നു സീരിയസ്ലി ഞാൻ പറയാം, നീയൊക്കെ പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റടി വെച്ചത് ഞാൻ, ഒരൊറ്റടി. രേണുവിന്റെ വീഡിയോ കണ്ട് നീ അല്ലെങ്കിൽ പറഞ്ഞ അവനാണെന്ന്. രേണുവിന്റെ വീഡിയോ കണ്ട് അവന്റെ എക്സ്പ്രഷൻ കണ്ട് ആണാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ പറയുന്നത് തോന്നിവാസമാണ് കേട്ടാ. ഇത് തിരുവനന്തപുരംകാരുടെ പേര് കളയുമല്ലോ. ഈ പറഞ്ഞ പുറം മോടി താടി വിഷയം മാത്രമേ ഉള്ളൂ ആണായിട്ട്. ബാക്കി നിനക്കൊക്കെ പെണ്ണായിട്ട് ജീവിക്കാനായിരിക്കും ഈ പറയുന്ന ആൾക്കാർ. അത് ഇതാണ് ശ്രീധുവിന്റെ നിലപാടില്ലെന്ന് പറയുന്നത്. മുമ്പ് ആണാന്ന് പറയുന്നത്, രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ അവൾ ആണാന്ന് അംഗീകരിച്ചാണ്, ഇപ്പൊ പെണ്ണാന്ന് പറയുന്നത്. ഇത് നിനക്ക് ഇതാണ്, നിനക്ക് നിലപാടില്ലാത്തവളാന്ന് പറയുന്നതിന്റെ റീസൺ ഗ്രാമവാസി നടക്കാത്തിന്റെ സാധനമാണ്. അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ആണ് ഈ വന്നിരുന്ന് രേണുവിനെയും ഈ പറയുന്ന നമ്മളെയൊക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് തീർക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും വിചാരിക്കരുത്, ഞാൻ അല്പം ഓവറായിട്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങൾ എന്റെ വീഡിയോ തരുന്ന നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഇനി അതല്ല ഈ പറയുന്ന ഇവന്മാരുടെ സപ്പോർട്ടേഴ്സ് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഇട്ടാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം നല്ലൊരു വിഷയമായിട്ട് ഇങ്ങോട്ട് ഇട്ട സമാധാനം അമ്മാതിരി ചില്ലറ സാധനമൊന്നല്ല. നമുക്ക് എന്തായാലും ഈ അലവിലാതെയുള്ള ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം. എനക്കാളും നല്ല ഞാൻ അങ്ങ് തീരുന്ന മനസ്സിലായോ? ഞാൻ ഓടക്കുഴിയിൽ വായിക്കുമായിരുന്നു ചേച്ചി കിടന്നുകൊണ്ട്. എന്താ ഇങ്ങനെ ഈ പിള്ളേരൊക്കെ നെഗറ്റീവ്? എൻ്റെ വീട്, എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് കടന്നുകൂടെ? പാതിരാത്രിക്ക് 11:55 എന്നെ വിളിച്ചേക്കുന്നവൻ. 12 മണി ആയപ്പോഴത്തേക്കാണ് ഞാൻ ഹാപ്പി വിഷുവും പറഞ്ഞിട്ടുണ്ടായത്. കറക്റ്റ് സ്പോട്ടിൽ ഞാൻ ആ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഹാപ്പി വിഷു പറയുന്നത് കറക്റ്റ് 12 മണിക്കാണ്. എന്താണ് ചേച്ചിയുടെ പ്രശ്നം? ഞാൻ പ്രസവിച്ച് കിടക്കുവാണോ? പ്രസവിച്ച് കിടക്കുക, അവളുടെ കുട്ടി അപ്പുറത്ത് കിടപ്പുണ്ട്, വന്ന് നോക്ക്. പണ്ട് ഒരു കേസ്, എന്ത് വീഡിയോ ഒരു കേസ്
പൊറുക്കൂല. ഓന്റെ അമ്മയെ പറഞ്ഞതിന് പൊറുക്കൂല, അത് വേറെ കാര്യം. വേറെ ഒന്നുമില്ലടാ പറയാൻ. വേറെ നീ ഈ ഒരു സാധനം വെച്ചിട്ട് നിന്റെ ലൈഫ് മുഴുവൻ നീയൊക്കെ ഇട്ടിട്ട് വീഡിയോ ഉണ്ടാക്കി നീ ജീവിക്കോ? എടാ പുതിയ കണ്ടന്റ് കൊണ്ടുപോടാ, പുതിയ കണ്ടന്റ്. എടാ നിന്നെ ഒരു സപ്പോർട്ട് രേണുവിന് വേണ്ട, ശ്രീധരന് വേണ്ട, സജീനയ്ക്ക് വേണ്ട. ഇത്രയും ദിവസം ഒറ്റയ്ക്ക് തന്നെ നിന്ന് തന്നെയാണ് നമ്മൾ പോരാടിയത്. ഇതിനേക്കാളും അപ്പുറം ഉള്ളവര് വന്നായിരുന്നു, മനസ്സിലായോ? അന്ന് ഒരുത്തികളുടെ സഹായം ഇല്ലാതെ തന്നെയാണ് തിരിച്ചടിച്ചത്. ഇനി നീയൊക്കെ ഇല്ല, നിന്റെയൊക്കെ ആര് വന്നാലും തിരിച്ചടിക്കേണ്ട നല്ല ചങ്കൂറ്റും ഉണ്ട്. അമ്മാതിരി സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു കാര്യം ഓർത്താൽ മതി, ശ്രീധു സജീനെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ അടിക്കാനുള്ള നല്ല ഒത്തിരി സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വച്ചിട്ട് തന്നെ അടിക്കാൻ വരണം വിചാരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇനി തോന്നിയ എല്ലാവരും കേരളം അടിക്കാൻ നിൽക്കേണ്ട. അത്യാവശ്യം എല്ലാവരുടെയും ഡീറ്റെയിൽ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ദൈവം ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ ശ്രീധു സജീനെ ചുമ്മാ കിടക്കുന്നു, പലിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ കയറി തലയിൽ കയറി ഞരങ്ങാൻ വരരുത്. ഞാൻ അതിനോടും ഡാനിയോടും വീണ്ടും പറയാണ്, ചുമ്മാ വെറുതെ എന്ത് തലയിൽ കയറി വരരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അല്പം മാന്യമായിട്ടും അന്തസ്സായിട്ടൊക്കെ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിനക്കൊക്കെ എന്നെ പറ്റി നെഗറ്റീവ് പറയാൻ ഞാൻ വേണമെങ്കിൽ നിന്നേക്ക് വെല്ലുവിളിക്കാം, എന്റെ അഡ്രസ്സ് തരാം, നീ ഇന്ന് വന്ന് ഉണ്ടാക്കുക. അല്ലെങ്കിൽ എന്റെ കോളേജിൽ പഠിച്ച ആരുടെയും നമ്പർ തരാം, ഫ്രണ്ട്സിന്റെ ആളെങ്കിലും. നിങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. എന്നെ പറ്റി ഒരു നെഗറ്റീവ് നീയൊക്കെ പബ്ലിക്കിൽ കൊണ്ടുപോവാ, അന്ന് നീയൊക്കെ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം. അതല്ലാതെ ഈ പറയുന്ന ഇമ്മാതിരി ഡയലോഗ് വെച്ചിട്ട് വരരുത് എന്റെ അടുത്ത് പ്ലീസ്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മോളെ ഇനിയും പറയും. കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അത്രേ പറയുന്നുള്ളൂ. നിന്നെ പോലെ അഡ്രസ്സ് ഉണ്ട്, അതുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, ഡീറ്റെയിൽ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒളിപ്പിച്ച് ഇവിടെ ഒരു മൂലക്കിരിക്കും. ആവശ്യം വരുന്ന സമയത്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് അറിയും. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ നമ്മുടെ തരത്തിൽ പറ്റിയതല്ല നീ, നിന്റെ തരത്തിൽ പറ്റിയതല്ല. പിന്നെ ആ നെക്സോവിൻ്റെ കേസ് കേട്ടില്ല ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. റൂട്ട് പോകുന്ന വഴി അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. കെട്ടിയവനടക്കം ഞാൻ വിളിച്ചില്ലേ? എന്താണ് നീ പറഞ്ഞത്? ശ്രീധു വന്ന് ഒലിപ്പിച്ചപ്പോൾ ഡാനി അങ്ങ് ഒലിഞ്ഞു പോയെന്ന് കമന്റ്സ് വരുന്നുണ്ടെന്നോ? ഞാനൊരു കാര്യം പറയാം, അത്രയും ഗതികേട് എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല, ഇനി എനിക്ക് നമുക്ക് ഉണ്ടാകത്തുമില്ല. കാരണം ഞാൻ കെട്ടിയിട്ടുള്ള നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരു ആണിനെയാണ്, മനസ്സിലായോ? ഒരു സ്ത്രീകളെയും കുറ്റം പറയാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയും പിറകെ നടത്തി ഇമ്മാനും കോപ്രായങ്ങൾ കാണിക്കാത്ത ഒരു ആണിനെ, സ്വന്തമായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരു ആണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് ജോലിയും കൂലിയും ഇല്ലെന്നൊക്കെയാണ് ചേച്ചി വിചാരിക്കുന്നത്. സ്വന്തമായിട്ട് ഈ പറയുന്ന സ്വർണ്ണക്കടയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരുത്തനാണ് ഈ പറയുന്ന അതുല്. ഈ ഇതുണ്ടല്ലോ, ഫിനാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ അവനുണ്ട്. എനിക്കും ഷിപ്പിലായിരുന്നു ചേച്ചി ജോലി. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ തിരിച്ചു പോകാം, ഏത് നിമിഷം പോകും. ഞാനിവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും പോകാം. ഞാൻ എന്തായാലും ഒരു അടുത്ത വർഷമൊക്കെ കഴിഞ്ഞ് പോകാനൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പോകാൻ അവിടെ നിന്നിട്ട് നമുക്ക് ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നമുക്ക് തകർക്കാം. ഇപ്പോൾ പോകാത്ത വീട്ടിൽ എൻ്റെ ആവശ്യം ഉണ്ടോണ്ട് മാത്രം. അല്ല നീ പറയുന്ന കൊണ്ട് ഇവിടെ എല്ലാവരും റൂമിൽ ഇരുന്ന് മാത്രം കൊണയടിക്കുന്ന ടീംസാണെന്ന് കരുതൊന്നും വേണ്ട. എല്ലാവർക്കും ഉണ്ട് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ. അവിടെ വർത്താനം കേട്ടോ, അവിടെ വർത്താനം മാത്രമേ ഉള്ളൂ ജോലി എന്നൊക്കെ. സത്യം പറയാലോ, പണ്ട് ഇവിടെ കോണ്ടന്റ് പോലും ഞാൻ അവനോട് പറയാം, എടുത്ത് വെറുതെ എന്തിനാണ് റീച്ച് കൊടുക്കുന്നതെന്ന്, എന്തിനാ ഇവക്കൊക്കെ റീച്ച് കൊടുക്കുന്നതെന്ന് കരുതിയത്. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഇത്രയും ഡയലോഗ് അടിച്ചപ്പോൾ 4 എണ്ണം പറയാൻ കരുതി ഞാൻ വന്നത്. കൂടുതലും സംസാരിക്കുന്നില്ല. ഇനി അവിടെ ബാക്കിൽ ഒരുപാട് കിടപ്പുണ്ട് അവൾ വലിയ ഡയലോഗൊക്കെ അടിച്ചത്. കൂടുതൽ സംസാരിച്ചുണ്ടാക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം എന്താ പറയണ്ടേ, ഈ ഭക്തകളെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ബൈ, ലവ് യു ഓൾ. ഡേണുവിനെ വെറുക്കുന്നവർക്ക് പ്രത്യേകിച്ച് മുൻഗണന.